നോക്കട്ടെ രത്നമ്മേ, അവളുടെ ഒരു സന്തോഷം കണ്ടു. അമ്മ വന്നണ്ട, അമ്മ വന്നണ്ട. മോളെ അമ്മ അമ്മ കണ്ട, അമ്മ കണ്ട. പാറു എങ്ങ് വന്നിട്ട് ചക്കരെ. അമ്മ വിളിക്കുന്ന മക്കളെ, അമ്മ വിളിക്കുന്ന മക്കളെ. അമ്മയടി ഇങ്ങ് വാ. കണ്ടോടി, അവൾക്ക് അച്ഛനെ മതി, അമ്മയെ വേണ്ട. അമ്പിടി കല്ലി. ഓ ചക്കര മുത്തേ, അമ്മ നീ മറന്നുപോയടി കല്ലിപ്പെണ്ണെ. ഓ വേണ്ട 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 വേണ്ട. ചക്കരക്കുട്ടി അമ്മയുടെ പൊന്നു മോളല്ലേ. എന്റെ ചക്കരേ, ഇവിടെ ചക്കരേ. ഓ കരണ്ട കരണ്ട, അമ്മ വന്നില്ലേ. അമ്മയുടെ പൊന്നുമണി ചക്കരേ, പൊന്നുമണി അല്ലിപ്പെണ്ണേ, നീ എന്നെ മറന്നു തുടങ്ങിയോടി കള്ളിപ്പെണ്ണേ. ഓ വിജയേട്ടൻ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? പിന്നെ പോവാതെ പറ്റൂ, ഞാനിടയ്ക്ക് ചാടി പോന്നല്ലേ. എന്ന് ഹാഫ് ഡേ എടുക്ക് വിജയേട്ടാ. നമുക്ക് മോളെയും കൊണ്ട് ടൗണിലൊക്കെ ഒന്ന് കറങ്ങാം. വൈകുന്നേരത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം. അതിനൊക്കെ ഒഴിവ് ദിവസങ്ങൾ വരുമല്ലോ. ഡ്യൂട്ടി ഉള്ള ദിവസം തന്നെ വേണോ? ഓ ഡ്യൂട്ടി. ഈ വിജയേട്ടന് ഒരു സ്നേഹവും ഇല്ല. ഞാനാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലം എന്ത് വിഷമിച്ച കഴിച്ചു കൂട്ടിയെന്നറിയോ? എനിക്ക് ഇവിടുത്തെ കാര്യം മാത്രമായിരുന്നു ചിന്ത. രാത്രി കിടന്ന ഉറക്കം വരുമോ? മോളുടെ ചിരിയും കരച്ചിലും പിന്നെ നമ്മുടെ മുറിയും ഒക്കെ മനസ്സിലങ്ങനെ വന്നു നിൽക്കും. വല്ലാത്ത സങ്കടം വരും. മോളെയും വിജയേട്ടനെയൊക്കെ ഇപ്പൊ തന്നെ കാണണമെന്ന് തോന്നും. ഹോം സിക്നെസിന്റെ ഭാഗമാണ് ഇതൊക്കെ, അല്ലാതെ അത് വലിയ സംഭവമൊന്നുമല്ല. 2 ആഴ്ച മാറി നിൽക്കാൻ ഒരു അവസരം കിട്ടിയത് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് കാണണം. വിജയേട്ടനെല്ലാം നിസ്സാരോ? എടീ, 2ഉം 3ഉം വർഷം അന്യരാജ്യങ്ങളിൽ അകന്നു കഴിയേണ്ടി വരുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള 10,000-കണക്കിന് ആളുകളില്ലേ? അവരൊക്കെ എന്തുമാത്രം സങ്കടപ്പെടണം. എനിക്ക് അവരുടെ കാര്യമൊന്നും അറിയണ്ട. എനിക്ക് എന്റെ കാര്യം വലുത്. രത്നമ്മേ, അമ്മയും കൂട്ടി ഈ വേഷമൊക്കെ മാറ്റി. കരുനാഗപ്പള്ളിക്ക് നീ വരാൻ കാത്തിരുന്നതാ, അല്ലെങ്കിൽ രാവിലത്തെ വണ്ടിക്ക് ഞാനങ്ങ് പോയേനെ. അതെന്തൊരു പോക്കമ്മേ. ഞാനിങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. അത് നിന്റെ കാര്യം. നീ ഇന്ന് എത്തുമെന്ന് അറിഞ്ഞിട്ടേ ഇന്നലെ മുതൽക്കേ പോകാൻ ഒരുങ്ങിയിരിക്കാൻ ഞാൻ. അമ്മേ, എന്നാലും ഇത് റിലേ ഓട്ടക്കാര് ബാറ്റൺ കൈമാറുന്ന പോലെ ആയിപ്പോയി. എടി, ഞാൻ എന്തിനാ ഇനി നിൽക്കുന്നേ? കരുനാഗപ്പള്ളിയിൽ നിന്ന് പോന്നിട്ട് ദിവസം 16 അവിടെ ചെന്നാ അറിയാ അവിടത്തെ വീടിന്റെ കോള്. നാളെ പോയാ പോരാ അമ്മയ്ക്ക്? എല്ലാ ജോലിയും ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട്. പിന്നെന്താ, രാത്രി വരെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങ് പൊക്കോളാം. ഇനി ഇവിടെ നിന്നാ എനിക്ക് ഒരു സമാധാനവും ഇല്ല. അമ്മയ്ക്ക് പോണെങ്കിൽ പൊക്കോട്ടടി. അമ്മയെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. ഇപ്പൊ ഞാൻ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. ആ, അതാവുമ്പോ എനിക്കും എളുപ്പമായി. ആ, എന്നാ ഞാൻ ചെന്ന് കാറ് തിരിച്ചിടാം. ഓ മോളൂ, മക്കളെ, പൊന്നെ, ചക്കരവാവേ, മുത്തശ്ശി പോയിട്ട് വരാം കേട്ടോ.